إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന വഴികളെ സംബന്ധിച്ച് നാം ഒരു പഠനവിധേയമാക്കുമ്പോൾ പല വഴികളിലൂടെയാണ്, പല കാരണങ്ങളിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിലേക്ക് ശിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കഠോരമായ മാരകമായ സ്വർഗം ഹറാമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന ഈ പാപം കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ചിലപ്പോൾ വിശ്വാസത്തിലൂടെ, ചിലപ്പോൾ വാക്കുകളിലൂടെ, ചിലപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ, ഏത് വഴിയിലൂടെയും ആവാം. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ പരലോക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെ നിലകൊണ്ടുവോ അതേപോലെ നമ്മൾ നിലകൊള്ളുക. അതിൽ ഭൗതികമായ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ സാമ്പത്തികമായതായിരിക്കുന്ന നേട്ടങ്ങളോ കോട്ടങ്ങളോ അതൊന്നും ഇതിൽ നമ്മൾ വകവെക്കാൻ പാടില്ല, പരിഗണിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അതിൽ പ്രധാനമായ ഒരു ഭാഗമാണ് ഇൽമുൽ ഗൈബ് അഥവാ അദൃശ്യമായ കാര്യം അല്ലാഹു അല്ലാത്ത പലർക്കും, അത് ആരെന്ന് കണക്കില്ല, അറിയാം എന്നുള്ള റബ്ബിന്റെ ആലിമുൽ ഗൈബ് എന്ന വിശേഷണത്തിൽ പങ്കു ചേർത്തുകൊണ്ടാണ്
മഹാഭൂരിപക്ഷം ശിർക്കും മുസ്ലിം സൊസൈറ്റിയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒരു കാരണം, സുപ്രധാനമായ ഒരു കാരണം. ഇവിടെയാണ് നമ്മൾ റസൂലുള്ള അതിനെ എങ്ങനെ തടഞ്ഞു, റസൂലുള്ള എന്ത് നിലപാടെടുത്തു. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ കലാമാണ്. അതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാതാവ് അള്ളാഹുവാണ്. രണ്ടാമത്തെ വ്യാഖ്യാതാവ് അള്ളാന്റെ റസൂലാണ്. മൂന്നാമത്തെ വ്യാഖ്യാതാക്കൾ സ്വഹാബത്താണ്. അതാണ് മൻഹജു സലഫ്, സലഫി മൻഹജ്, സലഫി മാർഗം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കുവാൻ റസൂലും സഹാബത്തും അനുഷ്ഠിച്ചു ആചരിച്ചു പോകുന്ന വഴിയെ, പാതയെ, മാർഗത്തെ അവലംബിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. അവിടെ ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിയും കൊണ്ട് ചില പദ്യങ്ങൾ, ചില കവിതകൾ പാടുന്നുണ്ട്. ശിർക്കും കുഫ്റും ഒന്നുമായി ബന്ധപ്പെടാത്ത ചില ഷിഅറുകൾ അഥവാ കവിതകൾ, പദ്യങ്ങൾ പാടുന്നു. അതിലൊരു പെൺകുട്ടി പറഞ്ഞു, ഇദ് ഖാലത് ഇഹ്ദാഹുന്ന. ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിലൊരുത്തി പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീ. റസൂൽ വന്നിങ്ങനെ ഇരുന്ന്, റസൂൽ മുമ്പിലുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റുബയ്യ ബിൻത് മുഅവ്വിദ് ഉണ്ട്. ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരത്താണ് ഈ പെൺകുട്ടി, ഇതിൽപ്പെട്ട ഒരു പെൺകുട്ടി പാടുന്നത്, വഫീനാ നബിയ്യുൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, അഥവാ ഇരിക്കുന്ന പ്രവാചകൻ. യഅലമു, ആ പ്രവാചകന് അറിയാം, മാ ഫീ ഗദീ, നാളെ സംഭവിക്കുന്ന കാര്യം, നാളെ നടക്കാൻ പോകുന്ന കാര്യം അറിയുന്നവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ മുന്നിലിരുത്തിയും കൊണ്ട് ഒരു പെൺകുട്ടി പാടുകയാണ്. പെൺകുട്ടിയാന്ന്, അധിക വിവരോ അറിവൊന്നുമില്ല, ചെറുതാന്ന്, പദ്യമാന്ന്, കവിതയാന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ആ പെൺകുട്ടിയോട് പറയുകയാണ്, ലാ തഖൂലി ഹക്കദാ, നീ ഈ അവസാനം പറഞ്ഞ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീ എന്ന് പറഞ്ഞ ആ വാക്ക് നീ ആവർത്തിക്കരുത്, ഇനി പറയരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. നിങ്ങളിൽ, ഞങ്ങളെ കൂട്ടത്തിൽ നാളത്തെ കാര്യമറിയുന്ന, വൈബറിയുന്ന, അദൃശ്യമറിയുന്ന, വരുന്ന കാലത്തെ പറ്റിയുള്ള അഖ്ബാറുകൾ അറിയുന്ന ആളാണ് നബി എന്ന് ഒരിക്കലും പറഞ്ഞു പോകരുത്. വഖൂലി മാ കുന്തി തഖൂലീൻ, ബാക്കി നീ പറഞ്ഞൊക്കെ പറഞ്ഞോ, പക്ഷേ ഇത് പറയാൻ പാടില്ല. എന്തേ ഈ അവസാന വരിക്ക്? ഈ ഇതിനെന്താ കുഴപ്പം? റസൂലല്ലേ, ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് ജിബ്രീൽ വഹയുമായി വരുന്ന ആളല്ലേ, അഷ്റഫുൽ ഖൽഖല്ലേ. എന്താ റസൂലുള്ളാഹിക്ക് ഒരു പോരായ്മയുള്ളത്? ഒരു പോരായ്മയുണ്ട്. അതെന്താ? ആലിമുൽ ഗൈബ് ആരാ? അള്ളാഹുവാണ്. ഗൈബ് അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവൻ, മറഞ്ഞ കാര്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. സ്വതന്ത്രമായി ഗൈബ് അറിയാൻ കഴിവുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. മുഹമ്മദ് നബി അല്ല എന്ന് റസൂൽ പ്രഖ്യാപിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ? അതാണ് സമുദായത്തെ പഠിപ്പിക്കേണ്ടത്, അതാണ് മുസ്ലിം സൊസൈറ്റി പഠിക്കേണ്ടത്. അവിശ്വാസമാണ് മുസ്ലിം സൊസൈറ്റിയുടെ ഈമാൻ. അല്ലാണ്ട് ഗൈബിൽ കണ്ട എല്ലാ ആളുകൾക്കും അറിയും, നബിയും അറിയും എന്നതല്ല. അതിന് വഹ്യ് ബാധകമല്ല, റസൂലാവുക ബാധകമല്ല, സ്വഹാബത്തിന് മുമ്പിൽ വെച്ചാവുക അതൊന്നും ഇത് ബാധകമല്ല. യഅലമു അൽ ഗൈബ് ഇല്ലല്ലാഹ്, അല്ലാണ്ട് അറിയുന്നതേ അല്ല എന്ന് റസൂൽ പ്രഖ്യാപിച്ചു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. ഇതിന് വ്യാഖ്യാനം പറഞ്ഞത് ഇബ്നു ഹജറുൽ അസ്ഖലാനി. അദ്ദേഹം എന്താ പറയുന്നത്? ഈ പെൺകുട്ടി പറഞ്ഞ കാര്യത്തെ അള്ളാഹുവിന്റെ റസൂൽ വെറുക്കാൻ കാരണം
അതിനെ എതിർക്കാൻ കാരണം അത് റസൂലുള്ളാഹിനെ പരിധി വിട്ടുകൊണ്ടുള്ള പുകഴ്ത്തലാണ്. ആ വിശേഷണം റസൂലുള്ളാഹിക്ക് യോജിച്ചതല്ല. ആ വിശേഷണം റസൂലുള്ളാഹിക്ക് യോജിച്ചതല്ല. എന്നിട്ടാണ് ഇപ്പൊ നമ്മളെ നാട്ടിലെ മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ പോയി യോജിച്ചത്. എന്ത്? ഓർക്ക് മറിഞ്ഞതറിയാം, ഓർക്ക് മറിയുന്നത് അറിയാൻ പറ്റും. മറിയുന്നത് ഇങ്ങനെ നിന്നിട്ട് മറിച്ചറിയാൻ പറ്റും. ഈ മറഞ്ഞ കാര്യം അറിയാന്ന് പറയുന്നത് ഗൈബ് അറിയാൻ കഴിയില്ല. അതാണ് ഇബ്നു ഹജർ പറയുന്നത്, ഇത് റസൂലുള്ളാഹിനെ പരിധി വിട്ടുകൊണ്ടുള്ള പുകഴ്ത്തൽ ഈ വിഷയത്തിലുണ്ട്. വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹ്. ഗൈബ് അറിയുക എന്ന വിശേഷണം അത് അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി അങ്ങനെ പറയല്ല മോളെ, നീ അങ്ങനെ പറയല്ല എന്ന് ആ പെൺകുട്ടിയോട് വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് അതിനെ തടഞ്ഞത്. എന്താ? മതത്തിന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് എന്താ അങ്ങനെ ആയിക്കോട്ടെ നിൽക്കാന്നെങ്കിലോ കഴിഞ്ഞ്. അപ്പൊ ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയമായി നമ്മളെ പച്ചയായി പഠിപ്പിച്ച ഒരു ഉദാഹരണം. നമ്മളെ നാട്ടിലേക്ക് ഇത്തരം വിശ്വാസങ്ങൾ കടന്നു വരാനുള്ളത് എങ്ങനെ കടന്നു വന്നു? നമ്മളെ നാട്ടിൽ ഗൈബ് അറിയുന്ന എത്ര ആൾക്കാരാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സ്വർണം കാണാണ്ടായി, എവിടെയാ പോല്? മഷീർ നോട്ടക്കാരൻ, അസ്മാദ് നോട്ടക്കാരൻ, തൽസമാദ് നോട്ടക്കാരൻ, ജ്യോത്സ്യൻ, അതേ പ്രകാരം തന്നെ ഇത് മോതിര നോട്ടക്കാരൻ, പലയാതി നോട്ടക്കാരനുമാണ്. എന്നിട്ടിപ്പോ വല്ലതും കിട്ടിയോ? കിട്ടിയില്ല. കിട്ടൽ പതിവുമില്ല. അത് അവരുടെ ജീവിത മാർഗം മാത്രമാണ്. ഓൻ തന്നെ എപ്പോഴാ മരിക്കാന്നൊന്നും അറിയില്ല. എന്നിട്ടില്ലേ ബാക്കിയുള്ള കാര്യം ഇതാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇറാഖിൽ ബഗ്ദാദിൽ തൗഹീദിന് വേണ്ടി ഒരു മദ്രസ സ്ഥാപിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് സുപ്രസിദ്ധമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. കിതാബുൽ ഹുഞ്ഞ, ഫുതുഹുൽ ഗൈബ് എന്നൊക്കെ പറയുന്ന. അതില് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട പല പദ്യങ്ങളിലും പല കവിതകളിലും പല നേർച്ച പാട്ട് മൗലൂദുകളിലും അറബിയിലും മലയാളത്തിലുമുള്ളതിലും അറബി മലയാളത്തിലുള്ളതിലും ധാരാളമായി ഈ ഇൽമുൽ ഗൈബ് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. وأعلم علم الله يحصي حروفه وأعلم موج البحر كم هو موجتي. ശൈഖ് അവറുകൾ പറഞ്ഞതായിട്ട് പറഞ്ഞില്ല, കാരണം അവർ പറയുന്ന ആളല്ല. എന്തെന്നാ അള്ളാന്റെ ഇൽമല്ല എനിക്കറിയണോ. നിങ്ങൾ ഈ പറയുന്ന ഈ ഇൽമുൽ ഗൈബല്ല നമ്മളെ പോക്കറ്റിലല്ലേ. വളരെ വളരെ കൂളായിട്ട് പറയാന്ന്. എന്നിട്ട് അതിന്റെ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് എനിക്കറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അദ്ദേഹം പറയാൻ സാധ്യതയല്ല. അതേ പ്രകാരം സമുദ്രത്തിൽ എത്ര തിരമാലകളുണ്ട് എന്ന് എനിക്ക് അറിയാം. ഇതാരാ അറിവിൽപ്പെട്ടതാ? അള്ളാന്റെ മാത്രം. അതേ പ്രകാരം തന്നെ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ട് എന്ന് എന്നോട് ചോദിച്ചോളൂ, ഞാൻ വളരെ ലളിതമായി മറുപടി പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും അത് പറയില്ല, വേറെ കാര്യം. പക്ഷേ ഇത്തരം പദ്യ ഗദ്യ ശകലങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹം ഈ ഒരു വിശ്വാസം പരക്കാണ്ടായ കാരണം, വ്യാപിക്കാൻ ഉണ്ടായത് ഇത്തരം കാര്യങ്ങളാണ്. ഇങ്ങനെ ഗൈബ് അറിയുന്ന ആളുകൾ, ഇത് ഖബറിൽ മറമാടപ്പെട്ടവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, ബാബമാരുണ്ട്, ബീവിമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഹാജമാരുണ്ട്, ഹോജമാരുണ്ട്. ഒരു പടി ആളുകൾ നമ്മുടെ നാട്ടിൽ ഇത്തരം വിശ്വാസം പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ സമീപിച്ച്
അവരോട് സങ്കടം പറഞ്ഞ്, അവരോട് പ്രാർത്ഥിച്ച്, അവിടെ സുജൂദ് ചെയ്ത്, അവിടെ തൊട്ട് തടകി മുത്തി എന്തെല്ലാം ചെയ്യുന്നോ, സുജൂദ് അടക്കം ചെയ്യുന്നവരെ കാണാൻ കഴിയും. ഇത് എന്തിന്റെ പേരില? ഓര് നമ്മളെ കൽബ് കാണുന്നുണ്ട്. നമ്മളെ സങ്കടം അവിടെ പറഞ്ഞാൽ റെഡിയാന്നു. ഓര് കേൾക്കും, ഓര് സംരക്ഷിക്കും, ഓര് ഗുണം ചെയ്യും, ഓര് നമ്മൾക്ക് വരാനുള്ള ഉപദ്രവം തടുക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ള ഈ വിശ്വാസം ഗൈബിന്റെ പേരിൽ സമൂഹത്തിൽ വ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ കേന്ദ്രങ്ങളൊക്കെ കെട്ടിപ്പടുക്കപ്പെടുന്നത്. നാഗൂർ, അജ്മീർ, ഏറുവാടി, മുത്തുപേട്ട അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് കേരളത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ, മമ്പുറം, പുത്തമ്പള്ളി, പാറപ്പള്ളി, ഏതെല്ലാം പള്ളിയാണ്, എവിടെല്ലാം ജനങ്ങൾ തീർത്ഥാടനം നടത്തുന്നത്. എന്തിനാ? അവിടുന്ന് പൈസ കൊടുക്കുന്നുണ്ടാ, അവിടുന്ന് വിസ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ടിക്കറ്റ് ശരിയായില്ല, അവിടെ പോയി പറഞ്ഞേ. പാസ്പോർട്ട് ശരിയായില്ല, അവിടെ പോയി പറഞ്ഞേ. റേഷൻ കാർഡ് ശരിയായില്ല, അവിടെ പോയി പറഞ്ഞേ. ഇത് ഓരോന്ന് കൊടുക്കുന്ന മൊത്തം സ്റ്റാമ്പ് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ ഞാൻ പോയി പറഞ്ഞാൽ മതി. ഇതുകൊണ്ടാണ് ഈ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ആനയിക്കപ്പെടുന്നത്. ഈ ശിർക്കൻ ഇൽമുൽ ഗൈബിന്റെ ഈ വിശ്വാസമാണ് ഈ സമൂഹത്തിൽ വ്യാപിച്ച് പരന്നു കിടക്കുന്നത്. നോക്ക് നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉപ്പാനോട് ചോദിച്ച ചോദ്യമാണ് സൂറത്തു സാഫാത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. എന്താ ചോദ്യം എന്നറിയോ? ഇത് ഖാല ലി അബീഹി, തന്റെ പിതാവിനോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, മാദാ തഅബുദൂൻ, എന്തിനെയാണ് ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഏതിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അഇഫ്കൻ ദൂനല്ലാഹി തുരീദൂൻ, അഇഫ്കൻ ദൂനല്ലാഹ്, അഇഫ്കൻ ആലിഹത്തൻ ദൂനല്ലാഹ്, അല്ലാഹ്ക്ക് പുറമെയുള്ള വ്യാജ ആരാധ്യ വസ്തുക്കളോടാണോ നിങ്ങളെ സങ്കടങ്ങൾ, നിങ്ങളുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നിങ്ങൾ സമർപ്പിക്കുന്നത് ഇഫ്ക്, വ്യാജമായി ഉള്ള ദൈവങ്ങളോടാണോ? തുരീദൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അടുത്ത ആയത്ത് ശ്രദ്ധിച്ചോ, ഫമാ ലന്നുക്കും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനെ പറ്റി നിങ്ങൾക്ക് എന്താണ് വിശ്വാസം? റബ്ബുൽ ആലമീനെ പറ്റി എന്താ നിങ്ങളെ ധാരണ? എന്താണ് റബ്ബിനെ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോടും തന്റെ ജനങ്ങളോടും ചോദിച്ചു. സൂറത്തു സാഫാത്ത് 58 മുതൽക്കുള്ള ആയത്ത് പരിശോധിച്ചാൽ കാണാം. ഫമാ ലന്നുക്കും ബിറബ്ബിൽ ആലമീൻ, ഇത്തരക്കാരോട്, ഈ ഉറൂസ് നടത്തുന്നവരോട്, ഈ നേർച്ച നടത്തുന്നവരോട്, ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ആർഭാട കോലാഹലങ്ങൾ നടത്തുന്നവരോട് നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഫമാ ലന്നുക്കും ബിറബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ പറ്റി നിന്റെ വിശ്വാസം എന്താണ് മുസ്ലിമേ? എന്താണ് മുഅ്മിനേ? എന്തിനാണ് ജനങ്ങളെ ഇങ്ങോട്ട് ആനയിക്കുന്നത്? എന്തിനാണ് ജനങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത്? ആഗ്രഹ സഫലീകരണം, രോഗശാന്തി, മനസ്സമാധാനം, ആത്മീയ ചൈതന്യം. എന്ത് ചൈതന്യം? അതിന്റെ പുറമെ ബർക്കത്തെടുക്കൽ. എന്ത് ബർക്കത്ത്? ഒറിജിനൽ ബർക്കത്തെടുക്കാൻ വേണ്ടി മരത്തിന്റെ അടുത്തൊക്കെ പോകാൻ ചോദിച്ചൊരു കൂട്ടരുണ്ട് സഹാബികളിൽ നിന്ന്. അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു വിഭാഗം അബൂവാഖിദിൽ ലൈസിയിൽ നിന്ന് ഇമാം അഹ്മദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, തിർമിദിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹുനൈൻ യുദ്ധത്തിന് പോകുമെന്ന് റസൂലും സഹാബത്തും. അപ്പൊ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ കൂടെയുള്ളത്. അവർ റസൂലുള്ളാഹിനോട് പറയാന്ന്, നബിയെ, ഞങ്ങൾ മുശ്രിക്കീങ്ങൾ അഥവാ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇത്തരം പരിപാടിക്കൊക്കെ പോകുമ്പോൾ, യുദ്ധങ്ങൾക്കോ മറ്റോ ഒക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഷജറത്തുൽ, ഒരു മരമുണ്ടായിരുന്നു, ഒരു ഇരണ്ട മരം, കുളത്തുള്ള. അതിൽ ഞങ്ങളെ വാളുകൾ അല്പം കുളത്തി അല്പസമയം അതിന്റെ താഴെ ഇരിക്കുക. യഅ്തകിഫൂന എന്ന് പറഞ്ഞാൽ കുറച്ചവിടെ ഇരുന്നാൽ നമ്മ കുളത്തി ഇരുന്ന് പിന്നെ ആ വാളെടുത്ത് ഇങ്ങനെ യുദ്ധത്തിന് പോയാൽ ആ യുദ്ധത്തിൽ ജയിക്കുന്നു ഉറപ്പാണ്. കാരണം ഈ മരത്തിന്റെ ബർക്കത്തോട് എല്ലാവരും എന്ത് ബർക്കത്താണ്? അവരെ മനസ്സിലുള്ളത് മരത്തിന്റെ ബർക്കത്ത്. മരത്തിന് ബർക്കത്ത്, മരത്തുമ്മ കെട്ടിയ തുണിന്റെ ശീലക്ക് ബർക്കത്ത്, മരത്തിന്റെ വേരുകൾക്ക് ബർക്കത്ത്, വെള്ളം ഒലിച്ചു പോകുന്ന തോടുകൾക്ക് ബർക്കത്ത്, കാൽപാദങ്ങൾക്ക് ബർക്കത്ത്. എന്തൊക്കെ ബർക്കത്താന്ന് കേരളത്തിൽ ഇപ്പോ. നമ്മളെ ഏർപ്പാട് ശക്തമാവണം, നമ്മുടെ ദഅവത്ത്. ഇങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു, അതുപോലെ ഒരു മരം നമ്മൾക്കും ഇപ്പോ
ഒരു ഏർപ്പാടാക്കി തന്നാൽ വളരെ നല്ല കാര്യമായിരുന്നു. റസൂൽ എന്തേ പറഞ്ഞ് അവർക്ക് അങ്ങനെ വിജയിക്കാൻ വേണ്ടിയുള്ള ബർക്കത്തെടുക്കുന്ന കുളത്തുമരം ഉള്ളതുപോലെ ഞങ്ങൾക്കും റസൂലേ വാള് കൊളുത്താൻ പറ്റിയ ഒരു കുളത്തുമരം നിങ്ങൾ ഏർപ്പാടാക്കി തരണം. എന്നായിക്കോട്ടെ പറഞ്ഞ എന്തേ പറഞ്ഞ റസൂലുള്ള കാലത്ത് ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ അദ്ദേഹത്തോട് ഇലാഹിനെ ചോദിച്ചതുപോലെയാണ്. അഥവാ ഇലാഹൻ കമാലഹും ആലിഹ അൽ ബഖറ 173. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെ മുക്കിക്കൊന്നു. എന്നിട്ട് ഇവന് നേരെ ബനി ഇസ്രായേൽക്കാർ കടന്നു പോവുകയെന്ന്. അങ്ങോട്ട് ചെന്നപ്പോണ്ട് ഒരു വിഭാഗം ആളുകൾ ചില ആരാധ്യ വസ്തുക്കൾക്ക് മുമ്പിൽ ഭജനം ഇരുന്നുകൊണ്ട് ഇബാദത്തെടുക്കുന്നു. അത് കണ്ടപ്പോൾ മൂസ നബിയുടെ ജനങ്ങൾ പറയുകയാണ്, മൂസ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് ആരാധ്യനുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഉണ്ടാക്കി തരണം. ഞങ്ങൾക്കൊരു ഇലാഹിനെ ആരാധ്യനെ ഉണ്ടാക്കി തന്ന വളരെ നന്നായിരുന്നു. എന്തും അതുപോലെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കുളത്തുമരം എന്നോട് ആവശ്യപ്പെടുന്നത്. എന്തിന്? ബർക്കത്തെടുക്കാൻ. ഇവിടെ ഇപ്പൊ എന്താ ദ്വാരന്നിട്ടില്ല, ബർക്കത്തെടുക്കലാണ്. തൊടല്, തൊട്ടുമുത്തല്, മൂടല്, എന്തെല്ലാം നടക്കുന്നത് മക്കാമുകളിലും മസാറുകളിലും. റസൂൽ പറഞ്ഞു ഇത് ഒരു ഇലാഹിനെ ചോദിച്ചതിനോട് തുല്യമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് ചെങ്കടൽ കടന്നു കൊണ്ടുവരുന്നത്. ആ ജനങ്ങൾ കൂടെ മൂസ നബിയുണ്ട്. നേരെ ചെന്നപ്പോൾ അവിടെ ചില ആരാധ്യ വസ്തുക്കൾക്ക് ഭജനം ഇരിക്കുന്ന ഒരു വിഭാഗത്തെ കാണുകയാണ്. അത് കണ്ടിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്കും വേണം ഇലാഹ്. ഇതുപോലെയാണ് സുബ്ഹാനല്ലാഹ്, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ജനങ്ങൾ ഇലാഹിനെ ചോദിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂസ നബി പറഞ്ഞ എന്താ? ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. ഇന്നക്കും അഅറാഫ് 138 അൽ ബഖറ. നിങ്ങൾ പമ്പര വിഡ്ഢികളായ ജനങ്ങൾ തന്നെയാണ്. കാരണം എല്ലാവിധ ബുദ്ധിമുട്ടും സഹിച്ചാണ് നിങ്ങൾ എൻ്റെ കൂടെ ഈമാനുമായിട്ട് കടന്നു പോകുന്നത്. നിങ്ങൾ അതിനൊക്കെ സാക്ഷികളായി. ഫറോവയെ മുക്കിക്കൊന്നു, നിങ്ങളെ അല്ലാഹ് സംരക്ഷിച്ചു, എന്നിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയായി പോയല്ലോ. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ ജാഹിലീങ്ങളായ മനുഷ്യർ തന്നെയാണ് എന്ന് മൂസ നബി ചോദിക്കുകയുണ്ടായി. അഅറാഫ് 138. നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ ഇത്തരം ആണ്ടുകളെ പറ്റി, അവിടുത്തെ ഭക്ഷണത്തെ പറ്റി, അവിടുത്തെ മാച്ചിയെ പറ്റി, അവിടെ അടിച്ചു തൂത്തുവാരുന്ന മണ്ണിന്റെ പൊടിയെ പറ്റി എന്താ വിശ്വാസം? ഒക്കെ ഭയങ്കര ബർക്കത്താണെന്ന. മാംസം പോത്ത് എന്താ നല്ല മുളകിട്ട് വെച്ച ഇറച്ചി കിട്ടിയാൽ തന്നെ എല്ലാം ഒന്നും മുറിയും. പരിശുദ്ധ ഖുർആൻ ഏതിനോടാ ഉപമിച്ചത്? ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹമൽ ഖിൻസീർ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. വല്ലോനും അങ്ങനെ തോന്നുന്നെങ്കിൽ കിട്ടിയാൽ തരക്കടില്ല, അതൊരു ബർക്കത്തല്ലേ, ഭക്ഷണമല്ലേ, ചോറല്ലേ, ബിരിയാണിയല്ലേ, മന്തിയല്ലേ, എന്താണ് ഇപ്പൊ ഇതിന് കുഴപ്പാണ്. കാരണം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടാണ് അതിനെ അറുക്കുന്നത്. ആ വിശ്വാസത്തിലാണ് പ്രശ്നം. അള്ളാഹു അല്ലാത്തവന് വേണ്ടി അറുക്കുന്നവനെ അള്ളാഹു ശപിച്ചു എന്ന് റസൂലുള്ളാഹ് പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാവുന്നതാണ്. അറുക്കുന്ന മുസ്ലിമായിട്ട് കാര്യമില്ല, അവിശ്വാസം മനസ്സിൽ വെച്ച് അറുക്കുന്നതെങ്കിൽ അറുക്കുന്നതോടുകൂടെ ആള് മുർത്തദ്ദാവും. ഈ സാധനത്തിന് പോരിശയുണ്ട്, ഈ ഭക്ഷണത്തിന് ശ്രേഷ്ഠതയുണ്ട്, ഇതിന് ബർക്കത്തുണ്ട്, ഇതിന് പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അറുക്കുന്നതും തിന്നുന്നതുമെങ്കിൽ ആ അറുത്തന്റെ കഥയെന്ന് പറയുന്നത് സാറബിദ്ദബിഹി മുർത്തദ്ദ എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ പച്ചയായി രേഖപ്പെടുത്തിയായിട്ട് കാണാം. അതുകൊണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഉമ്മമാരുണ്ടാവും, ചില ഉപ്പമാരുണ്ടാവും. അവർക്കൊക്കെ എന്താന്ന് വെച്ചാൽ ഇത് കിട്ടിയെങ്കിൽ അവർക്ക് ഈ കൊല്ലത്തെ വയറിന്റെ അസുഖം സുഖമാവും, ഇത് കിട്ടിയെങ്കിൽ അവർ നെഞ്ചുവേദനക്ക് ആശ്വാസം കിട്ടും, ഇത് കിട്ടിയെങ്കിൽ അവരുടെ തലവേദനക്ക് ആശ്വാസം കിട്ടും. അവരോട് പറയാ
ദുനിയാവിൽ കുറച്ച് തലവേദന ആയിക്കോട്ടെ, പരലോകത്ത് കാലാകാലം തലവേദന ആയിരിക്കും ഇത് തിന്നുങ്ങേറ്റ്. പരലോകത്ത് ഇത് തിന്നുങ്ങേറ്റ് കാലാകാലവും തലവേദനയും നെഞ്ചുവേദനയും സഹിക്കേണ്ടി വരും. അവിടെ തൽക്കാലം നമ്മൾ ഏർപ്പാട് നിർത്താം എന്ന് പറയാ. ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആൾക്കാർ ചായ കുടിക്കാൻ പിടിക്കലുണ്ട്, നമ്മൾ പോയി കഴിക്കലുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നു, എന്ത് ലക്ഷ്യം, എന്ത് ഉദ്ദേശം, അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നെ ഖബറുമായി ചുറ്റിപ്പറ്റിയാണ്. റസൂൽ പറഞ്ഞ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ, റസൂൽ വിലക്കുകയുണ്ടായി, അൻ യുജസ്സസൽ ഖബറു, ഖബർ തജ്സീസ്. തജ്സീസ് എന്ന് പറഞ്ഞാൽ എന്താ? കുമ്മായിട്ട് തേച്ച് വൃത്തിയാക്കി റെഡിയാക്കാം. അപ്പൊ കുമ്മായല്ല, ഗ്രാനൈറ്റിനെക്കാളും മുന്തി എന്തോ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഈ മക്കാബിലൊക്കെ ഒട്ടിക്കുന്നത്. ഇങ്ങനെ ലങ്കി മറിയുന്ന, ആ പാട്ട് പറഞ്ഞ മാതിരി ആ ലങ്കി മറിയുന്ന മക്കാമാണ്. റസൂലുള്ള ഖബർ സിയാറത്ത് പറഞ്ഞ എന്തിനാ മുഹമ്മദ് നബി ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്? നിങ്ങൾക്ക് മരണം ഓർമ്മ വരാൻ, നിങ്ങൾക്ക് പരലോകം ഓർമ്മ വരാൻ. ഈ മക്കാവ് പോയാൽ, ഈ മസാറ് പോയാൽ, ഈ ഉറുസിന് പോയാൽ ഏത് പരലോക ഓർമ്മ വരാ? നല്ല മണിയറ ഓർമ്മ വരും. നല്ല ലങ്കി മറിയുന്ന ലൈറ്റ്, തോരണങ്ങള്, നല്ല പല വർണ്ണങ്ങളുള്ളതായിരിക്കുന്ന വിരികള്, ആളുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ വരവ് പോക്ക്. എന്ത് പരലോകാണ് അവിടെ ഓർമ്മ വരാൻ പോകുന്നത്? മരണം ഓർമ്മ വരും. അതിനാണ് നിങ്ങൾക്ക് സിയാറത്ത് സുന്നത്താക്കിയത് എന്ന് റസൂൽ പറഞ്ഞു. നമ്മളെ നാട്ടിലെ ഖബറുകൾ അലങ്കരിച്ചു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ, ഖബർ കുമ്മായമിട്ട് തേച്ച് എനിക്ക് വൃത്തിയാക്കൽ. കാരണം അതിന്റെ ഒരു ആവശ്യം അവിടെ അല്ല. അതിന്റെ മേലെ പോയി ഇരിക്കൽ, അതിന്റെ മേലെ ബിൽഡിംഗ് ഉണ്ടാക്കൽ, അതിന്റെ മേലെ എഴുതി വെക്കൽ. ഇതിങ്ങനെ വലിയ പേരിൽ എഴുതി വെക്കൽ. അള്ളാഹ്ക്ക് എന്തെന്ന് ഇവന്റെ ഖബറിന്റെ മേലെ എഴുത്തുകൊണ്ട് റൂഹ് അള്ളാഹ് കൊണ്ടുപോയി. പിന്നെ ഓന്റെ ജസദാന്ന് കിടക്കുന്നത്. പിന്നെ റൂഹ് അള്ളാഹ് ആവശ്യം അങ്ങോട്ട് മടക്കും. അപ്പൊ ആളെ നോക്കി ഇങ്ങേറ്റാണ്. ഇതൊന്നല്ലേ മൊഹമ്മയുടെ ഖബർ? ശരിയാണ്. എന്നാ ഇവിടെ തന്നെ അള്ളാഹ്ക്ക് തിരിച്ചറിയാനാ? നാട്ടുകാർക്ക് തിരിച്ചറിയാനാ? നിന്റെ ഐഡന്റിറ്റി കാർഡും നിന്റേതായിരിക്കുന്ന റേഷൻ കാർഡും നിന്റെ ബാങ്ക് ബാലൻസും നിന്റെ എല്ലാ കള്ളസും അവസാനിച്ചില്ലേ? പിന്നെ ആർക്ക് അറിയാൻ വേണ്ടി അന്ന് എഴുതി വെക്കുന്നത്? എവനറിയാനാ? അതാ വാങ്ങിയുക്തമാലഹി, ഖബറിന്റെ മേൽ എഴുതി വെക്കുന്നത് റസൂലുള്ളാഹി ആ വിരോധിച്ച എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ടോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തി. പേരെന്താന്ന്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തി. എന്താന്ന് ഞാൻ പറയില്ല അവിടുന്ന് അങ്ങോട്ട്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഇവിടെ സ്ത്രീകളുടെ സാന്നിധ്യം. പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ വരുന്നത് ഹറാമൻ ഹറാമാ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സജ്ജീകരിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവരെ കവാടത്തിലൂടെ വന്ന് ജുമുഅ ജമാഅത്തിൽ പങ്കെടുത്താൽ ഹറാമൻ ഹറാമാ. അവിടെ പോയി ഞാൻ ഇപ്പൊ പറയില്ല, വീഡിയോയിൽ കണ്ടാൽ മതി. അതിന് ഹറാമൊന്നുമില്ല. ഈ ഹിജാബിന്റെ ആയത്ത് ഈ മഖാമിലും മസാറിലും പിടുത്തം വിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് ബാധകമല്ലേ? അതിന് കുഴപ്പമില്ല. പള്ളിയിൽ വന്നാൽ അൽ ഫിത്ന വൽ ഫസാദ്. മഖാമുകളിലും മസാറുകളിലും ഉറൂസുകളിലും യഥേഷ്ടം വിഹരിച്ച് വിലസി സമയമില്ല, നട്ടപ്പാതിരയില്ല, 12 മണിയില്ല, 4 മണിയില്ല, 5 മണിയില്ല, വിഹരിച്ചാൽ ഹലാലൻ ഹലാല. ബുദ്ധിയെങ്കിലും കുറച്ചുണ്ടെങ്കിൽ മതി മനുഷ്യന്. കൂടുതൽ ഖുർആനും ഹദീസൊന്നും പഠിക്കണ്ട, അധികം ഖുർആനും ഹദീസൊന്നും പഠിക്കേണ്ടതില്ല. ഒരു അല്പസ്വല്പം ഇത് രണ്ടും ഈ ബന്ധപ്പെട്ട് നോക്കാനുള്ള ശരാശരി ബുദ്ധി മതി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം ഹറാമുകളിൽ പോയി പെട്ട് ഇതൊക്കെ ആരുണ്ടാക്കിയ നിരങ്ങള്? ഇതിന്റെ എല്ലാം പിന്നിൽ ഉബൈദിയ്യാക്കൾ, ഫാത്തിമിയാക്കൾ, ഇസ്മായിലികൾ എന്ന് പറയുന്ന ഷീ കക്ഷികളാ. ഷിയാക്കളെ വിശ്വാസം അത് ഖബറുമായി ചുറ്റിപ്പറ്റി എവിടെ എന്ത് നടക്കുന്നോ അതിന്റെ പിന്നിൽ ഷിഈ വിശ്വാസമാണ് എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കണ്ട. ഫാത്തിമിയ എന്ന് പറഞ്ഞാ അദ്ദൗലത്തുൽ ഫാത്തിമിയ, ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അഹ്ലുൽ ബൈത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ഥാപിതമായതായിരിക്കുന്ന ഒരു വിഭാഗമാണ് ഫാത്തിമിയാക്കൾ. അതിന്റെ മറ്റൊരു കക്ഷിയാണ് ഇസ്മായിലികൾ. അതിൽ ഉബൈദുല്ലാഹി ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കിയതാണ് ഉബൈദിയ്യത്ത് എന്ന് പറയുന്ന മറ്റൊരു കക്ഷി.
ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അതിൻ്റെ ആന്തരികമായ സ്വാധീനങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ മുസ്ലിം സൊസൈറ്റിയുടെ അഡ്രസ്സിൽ നടക്കുന്നത്. ഇപ്പൊ ബോംബെ പോയ ആളുകൾക്ക് അറിയാം, ബോംബെയെല്ലാം ഇന്ത്യയിൽ ഇവരെ അറിയപ്പെടുന്നത് ബോറകൾ എന്ന പേരിലാണ്. മറ്റൊരു വിഭാഗമുണ്ട്, ഇസ്മായിൽ ആഗാ ഖാൻ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഇവിടെ അറിയപ്പെടുന്ന ആളാ. അങ്ങനെ ഒരുപാട് ആളുകളിന്റെ പിന്നിലുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പുറത്ത് പെട്ടെന്ന് പറഞ്ഞാൽ എന്താവൂല, ചിലവാവയില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ അറൂസിയത്ത് എന്നൊരു വിഭാഗമുണ്ട്, ഷിയാക്കളെ കൂടുതൽ. ഷാദിലി തരീഖത്തിന്റെ മറ്റൊരു കൈവഴിയാണ് അറൂസിയത്ത്. അത് തുനീഷിലാണ് അതിന്റെ ആൾക്കാർ, തുനീഷ്. ഇങ്ങനെ എന്തെല്ലാം അതിൽ നിന്നൊക്കെ കടമെടുത്ത് അതിന്റെയൊക്കെ കൈവഴിയായി താവഴിയായി ഈ സമൂഹത്തിന്റെ കയ്യിലേക്ക് എത്തിയതിന് അഹ്ലുസുന്നയുടെ പേര് പറഞ്ഞ് ഷിയായിസം ഈ സമൂഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. പുരോഹിത വർഗം, ഉമറാക്കളും ഉലമാക്കളും അതിന് നേതൃത്വം നൽകുന്നു. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ശിറാറുൽ ഖൽഖ്, ഏറ്റവും മോശപ്പെട്ട ഏറ്റവും ദുഷിച്ച ആളുകൾ ഉണ്ടാകുന്ന കാലഘട്ടം ഒന്ന് ഖിയാമത്തിന്റെ തൊട്ടു മുമ്പ്. മൻ തുദ്രികുഹു സ്സാഅ വഹും അഹ്യാ, തുദ്രികുഹു സ്സാഅ വഹും അഹ്യാ, ഖിയാമത്തിന് നേരെ മുന്നേ. കാരണം അല്ലാഹ് എന്ന് പറയാൻ വരെ ആളില്ലാത്ത കാലമാണ്, അതാണ് ആ കാലം. രണ്ടാമത്തെ വിഭാഗമാരാ, വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദാ, വമൻ യത്തഖിദുൽ ഖുബൂറ മസാജിദാ, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവരാണ് ശിറാറുൽ ഖൽഖ്, മനുഷ്യയിൽ വെച്ച് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹ്മദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളും നമ്മളെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ ശ്രദ്ധിക്കുന്ന സംഘടനക്കും വേണ്ടിയൊന്നല്ല, ഇത് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, സ്വർഗം ലഭിക്കണം. അതിന് ശിർക്കിന്റെ ഒരു തരിമ്പ്, ഒരു തരി നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ വാക്കിലോ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു വെറുക്കുകയില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യം ശിർക്ക് ചെയ്യുന്നവരോടാണ്. അതാണ് സബഉൽ മുബിഖാത്തിൽ ഒന്നാമത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ്, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. സിയാറത്ത് സുന്നത്താന്ന്, ഇതല്ല. അതിന്റെ സിയാറത്തിന് സാധാരണഗതിയിൽ റസൂൽ പറഞ്ഞ പോലെ പരലോക ബോധം ഉണ്ടാവും. ഇതിനെന്ത് ബോധം ഉണ്ടാവാനാ? ഇത് നടത്തുന്നത് തന്നെ ബോധം ഇല്ലാണ്ടിരിക്കാനാണ്. ബോധം ഇല്ലാണ്ടിരിക്കാൻ അത് നടത്തുന്നതന്നെ, ഇതിനെന്ത് ബോധം ഉണ്ടാവല്? അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, റബ്ബിൽ ആലമീൻ, ഈ കൂട്ടരെ റബ്ബിനെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താ? ഇബ്രാഹിം നബി ഉപ്പാനോട് ചോദിച്ചാൽ അതേ ചോദ്യം ചോദിക്കാറുണ്ട്. നമുക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വൈരാഗ്യമില്ല. ഈ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഗൗരവത്തിൽ പറയാന്ന് മാത്രം. റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താ? നിങ്ങളുടെ ധാരണ എന്താ? നിങ്ങൾ എന്താ അള്ളാനെ കണക്കൂട്ടുന്നത് എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.